രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീലപ്പെട്ടിയിൽ കാര്യമായി ഒന്നുമില്ലെന്ന് കേരള പോലീസ്. പണം കൊണ്ടുപോയി എന്നതിന് തെളിവില്ലെന്ന് അന്വേഷണത്തിനൊടുവിൽ കേരള പോലീസ് പറയുന്നു. പിന്നെ എന്തിനായിരുന്നു ഈ പുകിലൊക്കെ? പെട്ടി വിവാദം പാലക്കാട്ട് UDFന് മെച്ചമായത് മിച്ചം. ഒരു ട്രോളി, നീല ട്രോളി. ഒരു ട്രോളി, നീല ട്രോളി. പാലക്കാട്ടെ നീലപ്പെട്ടിയിൽ കേസില്ലെന്ന് കേരള പോലീസ്. പണം എത്തിച്ചതിന് തെളിവില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. ഈ പെട്ടിയിലിരുന്ന പണം എവിടെ? അയ്യോ, ഇത് വെറും കല്ലല്ലേ, ഇതിനകത്തിരുന്ന പണം എവിടെ? ഇപ്പോഴാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റും നിഗമനങ്ങളിലൂടെയും മറ്റും പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് കണ്ടെത്തിയത്. ഒന്നും കിട്ടിയില്ലേ? നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം. പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യുമാർ ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? പരിമിതിയില്ലേ? നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം, അതേതായാലും അധികമാർക്കും കാണില്ല, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യും പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. പെട്ടിക്കകത്തും ഇവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഹൃദയാഭിവാദ്യം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന് നീല ട്രോളി സമ്മാനിച്ചതിലൂടെ ആരെ ട്രോളി എന്നതാണ് സംശയം. സ്പീക്കർ രാഹുലിനെ ട്രോളിയതാണോ പാർട്ടിയെ ട്രോളിയതാണോ? MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത UR പ്രദീപിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും സ്പീക്കറുടെ നീല ട്രോളി സമ്മാനം. ആണല്ലോ, അതിലൊന്ന് നീല നിറം. നീല നിറം? അതാർക്കായി നീല നിറത്തില്? നീലപ്പെട്ടി വിവാദം കെട്ടടങ്ങും മുന്നേയുള്ള അപ്രതീക്ഷിത ഗിഫ്റ്റിൽ ആശ്ചര്യം. വിവാദങ്ങളുമായി ബന്ധമില്ലെന്ന് സ്പീക്കറുടെ ഓഫീസ്. ആരെ ട്രോളിയാലും നീല ട്രോളിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. നീല ട്രോളി വിൽപ്പന തന്നെ കുതിച്ചു കയറുന്നതായാണ് റിപ്പോർട്ടുകൾ.